ഭഗവാനെ നോക്കി പ്രാർത്ഥിച്ചു നിൽക്കുന്ന അമ്മുവിനെയും ഹരിയെയും നോക്കി നിൽക്കുകയായിരുന്നു എല്ലാവരും. നിന്റെ നല്ല സമയത്താണ് ശാരദേ ഹരിക്ക് ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാൻ തോന്നിയത്. കേശവേട്ടൻ പറഞ്ഞത് ശരിയാണ്. മോളെ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴേ ഞാൻ എൻ്റെ മരുമകളായി സ്വീകരിച്ചിരുന്നു. ഹരി മാത്രമാണ് ഒന്നിലും അടുക്കാതിരുന്നത്. ഇപ്പോഴവൻ അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അവർ തൊഴുതിറങ്ങിയതും എല്ലാവരും കൂടി ഊട്ടുപുരയിൽ സദ്യ കഴിക്കാൻ കയറി. സുമേഷ് വലിയ തൊല്ലയായിട്ട് കൂടെ ഉണ്ടായിരുന്നു. കഴിക്കുന്നിടത്ത് പോലും അവൻ്റെ ക്യാമറ സമാധാനം കൊടുത്തില്ല. വാരിക്കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഹരിയുടെ കൈകൊണ്ട് ഒരു പിടിച്ചോറ് അമ്മുവിൻ്റെ വായിലെത്തി. സുഖമായതിനു ശേഷം ആദ്യമായി അമ്മുവിൻ്റെ കൈകൊണ്ട് ഒരു പിടിച്ചോറ് ഹരിയുടെ വായിലും എത്തി. അമ്മ മക്കൾക്ക് 2 പേർക്കും ഓരോ ഉരുള വീതം വാരിക്കൊടുത്തു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഫോട്ടോ എടുക്കാനാണ് തിരിച്ചു മറിച്ച് നിർത്തി. അമ്മയും മക്കളും കൂടിയുള്ള ഫോട്ടോ അമ്മയെ നടുക്കിരുത്തി അവരുടെ 2 തോളിലും ഇരുവശവും നിന്ന് താടി ചേർത്ത് വെച്ച മനോഹരമായ ഒരു ഫോട്ടോ സുമേഷിൻ്റെ ക്യാമറയിൽ പതിഞ്ഞു. ഡാ സുമേഷേ, ഈ ഫോട്ടോ വലിയൊരു ഫോട്ടോയായി ഫ്രെയിം ചെയ്ത് തരണം. ഞങ്ങളുടെ വീടിൻ്റെ മുൻപിൽ വെക്കാനാണ്. ഹരിയേട്ടാ, ഇനി ചേച്ചിയുടെ നെറ്റിയിലൊരു ഉമ്മ കൊടുക്ക്. അമ്മയ്ക്ക് നാണം വന്ന് അമ്മ അവിടെ നിന്ന് വലിഞ്ഞു. ഹരി അമ്മുവിൻ്റെ മുഖത്തേക്കാണ് നോക്കിയത്. അവിടെ പ്രത്യേകിച്ചൊരു ഭാവമാറ്റം ഇല്ലാതെ നിൽപ്പുണ്ട്. മഹാദേവനെയും ദൂരെ നോക്കി നിന്ന ആളുകളെയും ക്യാമറാമാൻ സുമേഷിനെയും സാക്ഷിയാക്കി ഹരി അവളുടെ നെറ്റിയിൽ മൃദുമായി ചുണ്ട് പതിപ്പിച്ചു. സുമേഷ് അത് പല ആംഗിളിൽ ഫോട്ടോയായി പകർത്തി. 2 തോളിലും പിടിച്ച് നെറ്റിയിൽ ചുംബിക്കുന്ന ഹരിയും അവൻ്റെ ഇടുപ്പിൽ പിടിച്ച് കണ്ണടച്ച് നിൽക്കുന്ന അമ്മുവും മനോഹരമായ ഒരു ചിത്രത്തിൻ്റെ പാതിയായി. അവൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വാർന്ന് അവളുടെ മുഖത്തൂടെ താഴെ വീണ് വീരമൃത്യു വരിച്ചു. അടർന്നു വീണ കണ്ണുനീർ തുള്ളികളെ കൃത്യമായി സുമേഷ് ക്യാമറയിൽ പകർത്തി. ഹരിയേട്ടാ മതി, ഞാനീ ഫോട്ടോ തന്നെ ഒരു 100 എണ്ണം എടുത്തു. കൂടി നിന്നവരിൽ അത് പൊട്ടിച്ചിരി വിടർത്തി. ഹരിക്ക് ചെറിയ ജാള്യത തോന്നിയെങ്കിലും അമ്മ ഒരു കൂസലില്ലാതെ നിന്നു. മതി ഫോട്ടോ എടുത്തത്, ബാക്കി വീട്ടിൽ ചെന്നിട്ടെടുക്കാം. രവിയും ഭാര്യയും സുമചേച്ചിയും കുടുംബവും ഒഴിച്ചുള്ള എല്ലാവരും അമ്പലത്തിൽ നിന്ന് പിരിഞ്ഞു പോയി. രവിയുടെ ബൈക്കിലും ഹരിയുടെ ജീപ്പിലുമായി അവരെല്ലാവരും വീട്ടിലേക്ക് യാത്ര തിരിച്ചു. അമ്മു ഇടയ്ക്കിടയ്ക്ക് താലിമാല പിടിച്ചു നോക്കുന്നത് അവൻ ഇടങ്ങണിട്ട് നോക്കുന്നുണ്ടായിരുന്നു. സുന്ദരമായൊരു ജീവിതയാത്രയ്ക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. അമ്മ നിലവിളക്ക് എടുത്തിട്ട് വരട്ടെ, മക്കള് പുറത്ത് തന്നെ നിൽക്ക്. ഫോട്ടോ എടുക്കാനായി അവരെക്കാൾ ഉത്തരവാദിത്വത്തിൽ ക്യാമറയും സൂം ചെയ്ത് സുമേഷ് നിന്നു. ഒരുക്കി വെച്ചിരുന്ന നിലവിളക്ക് എടുക്കാനായി ശാരദ അകത്തേക്ക് കയറി. ആരതി ഒഴിയുന്ന പാത്രം എടുക്കാനായി സുമയും കൂടെ ചെന്ന് ശാരദയ്ക്ക് ഇടാൻ വാങ്ങിയ വളയൂരി അമ്മു കയ്യിൽ പിടിച്ചു. ഹരിയുടെ മിഴികൾ ഇടതടവില്ലാതെ അമ്മുവിൻ്റെ മുഖത്തിനെ ചുംബിച്ചു കടന്നുപോയി. ഹരിയുടെ കണ്ണിലെ ഭാവങ്ങളെല്ലാം സുമേഷിൻ്റെ ക്യാമറയിൽ പതിയുന്നത് ഹരി അറിഞ്ഞതേയില്ല. അവൾ ഇനി മുതൽ എല്ലാ അർത്ഥത്തിലും തൻ്റെ സ്വന്തമാണെന്ന ചിന്ത ഹരിക്കുണ്ടാക്കിയ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. സുമചേച്ചി ആരതി ഒഴിഞ്ഞു മാറി. അമ്മയുടെ കാല് തൊട്ട് തൊഴുത് അവൾ നിലവിളക്ക് കയ്യിൽ വാങ്ങി. കയ്യിലിരുന്ന വള അമ്മയുടെ കയ്യിലിട്ട് കൊടുത്തു. സാരിയിൽ തട്ടി വീഴാതിരിക്കാൻ ഹരിയും കൂടി അവളെ പിടിച്ചിരുന്നു. വിളക്ക് കത്തിക്കുന്നിടത്ത് നിലവിളക്ക് വെച്ച് തൊഴുതു പ്രാർത്ഥിച്ചു. പുതുപ്പെണ്ണിൻ്റെ ഭയമോ ജാളിതകളോ ഒന്നുമില്ലാതെ അമ്മു നിന്നു. സെറ്റിയിലിരുത്തി ശാരദ പാലും പഴവും കൊടുത്തു. അമ്പലത്തിൽ വെച്ചെടുത്തത് കൂടാതെ എല്ലാവരെയും ചേർത്ത് നിർത്തി അവിടെ വെച്ചും ഒരു ഫോട്ടോ എടുത്തു. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ലല്ലോ, ഞങ്ങളെന്നാൽ ഇറങ്ങുകയാണ്. രവിയും ഭാര്യയും സുമയും അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകാനായി ഇറങ്ങി. അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന ചോറും സാധനങ്ങളും ഇരിക്കുന്നു, അതൊക്കെ കൊണ്ടുപൊക്കോ. രവിക്ക് കവറിലും പാത്രത്തിലുമൊക്കെ ആക്കി കൊടുത്തു. സുമ വീട്ടിൽ പോയി എല്ലാം എടുക്കാൻ പാത്രമെടുത്ത് കൊണ്ടുവന്നു. ആഹാരവുമായി 2 കുടുംബങ്ങളും യാത്ര പറഞ്ഞു മടങ്ങി. ചേട്ടാ, കുറച്ച് ഫോട്ടോസും കൂടെ എടുത്താൽ ഞാനും അങ്ങ് പോയി തരാം. മതിയടാ, ഒരുപാട് എടുത്തില്ലേ, ഇത്രയും മതി. ഒരു മുണ്ടും നേരിയതും ഉടുത്തിട്ട് വന്നാൽ സിമ്പിളായിട്ടൊരു ഫോട്ടോയും കൂടെ എടുത്തിട്ട് ഞാൻ അങ്ങ് പൊക്കോളാം. അവൻ്റെ ആവശ്യപ്രകാരം വയലറ്റ് കളർ ഷർട്ടും മുണ്ടും വയലറ്റ് കളർ മുണ്ടും നേരിയതും ഉടുത്ത് അമ്മുവും ശ്രീഹരിയും ഒരുങ്ങി വന്നു. സുമേഷിന് തൃപ്തിയാവുന്നത്ര ഫോട്ടോ എടുക്കാൻ അവർ 2 പേരും നിന്നു കൊടുത്തു.
ഹരിയുടെ ആവശ്യപ്രകാരം കിണറ്റുംകരയിൽ വെച്ച് അവളെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ചിത്രം പകർത്തി. ഫോട്ടോയെല്ലാം ശരിയാക്കി പെട്ടെന്ന് തരാമെന്ന് പറഞ്ഞ് സുമേഷ് യാത്രയായി. അമ്മയും മക്കളും മാത്രമായി അവിടെ. ഞാനീ മുണ്ടും നേരിയതും മാറട്ടെ അമ്മേ? വേണ്ട മോളെ, ഇനി രാത്രിയിൽ മാറാം. അതുവരെ മോള് ഇത് തന്നെ ഇട്ടു. കല്യാണ സദ്യയുടെ ബാക്കി ആഹാരം എടുത്തു കൊണ്ടുവന്നതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലായിരുന്നു. ഡ്രസ്സ് മാറി നൈറ്റിയുമിട്ട് ശാരദ സുമിച്ചേച്ചിയുടെ വീട്ടിൽ പോകാനായി ഇറങ്ങി. അമ്മ എങ്ങോട്ടാ പോകുന്നേ? ഞാൻ സുമയുടെ അടുത്ത് വരെ ഒന്ന് പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് ശാരദ തിരിഞ്ഞു നോക്കാതെ നടന്നു നീങ്ങി. വിളറി പിടിച്ച വെരുകിനെ കണക്ക് മകൻ അവിടെ ചുറ്റിത്തിരിയുന്നത് അവർ കണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ സുമയുടെ വീട്ടിലേക്കൊരു യാത്രയായി പരിണമിച്ചത്. മക്കൾക്കിടയിൽ ഒരു കട്ടറുമ്പാകാൻ അവർക്ക് തോന്നിയില്ല. അവനെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അവൾ TV-യിൽ സിനിമ കണ്ടിരിക്കുകയാണ്. ഇവൾക്ക് എന്തിനാണ് ഇത്ര ജാട? എന്നെ ഒന്ന് നോക്കിയാൽ എന്താണ്? മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവളുടെ അടുത്തായി വന്നിരുന്നു. അവൻ അടുത്ത് വന്നിരുന്നപ്പോൾ അവൻ ഇനിയെന്ത് പ്രവർത്തിക്കുമെന്ന ആലോചനയിൽ അവൾ TV-യിൽ തന്നെ മിഴിനട്ടിരുന്നു. ഇട്ടിരുന്ന ഫാനിനും നേരെയാക്കാൻ കഴിയാത്ത വിധം ടെൻഷനിൽ അവളുടെ ചെന്നിയിൽ കൂടി വിയർപ്പൊഴുകി. എങ്ങനെ സംസാരത്തിന് തുടക്കം കുറിക്കും എന്നറിയാതെ അവനും വിയർക്കുകയായിരുന്നു. അവളുടെ മടിയിലിരുന്ന കൈകളിൽ അവൻ കൈകോർത്ത് പിടിച്ചു. ചോദ്യഭാവത്തോടെ രൂക്ഷമായി അവനെ അവൾ നോക്കി. നീ എന്തിനാണ് അമ്മു നോക്കി പേടിപ്പിക്കുന്നത്? എൻ്റെ കൈ എന്തിനാണ് പിടിച്ചു വെച്ചേക്കുന്നത്? ആദ്യം അത് പറയ്. പിന്നെ എനിക്ക് പിടിക്കാനല്ലേ നിന്റെ കൈയെ ഞാൻ അമ്പലത്തിൽ വെച്ച് ചേർത്ത് പിടിച്ചത്. അതുകൊണ്ട് ഞാൻ കയ്യിലൊക്കെ പിടിച്ചെന്നിരിക്കും. അവൾ ഒന്നും മിണ്ടാതെ TV-യിലേക്ക് നോക്കിയിരുന്നു. മീശമാധവൻ സിനിമയിലെ ഗാനം അവിടെ അലയടിച്ചു. എൻ്റെ എല്ലാം എല്ലാമല്ലേ, എൻ്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ, നിന്റെ മാറിലെ മായാ ചന്ദനപ്പൊട്ടെനിക്കല്ലേ, എനിക്കല്ലേ. ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി ചുണ്ടു കൂട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ അവൻ അടക്കി. എനിക്കല്ലേ? അവൾ കണ്ണു കുറിപ്പിച്ച് ചോദിച്ചു പോയി. എന്ത്? അവളുടെ കയ്യിൽ നിന്ന് കൈയെടുത്ത് 2 കൈയും തലയ്ക്ക് കൊടുത്തുകൊണ്ട് പ്രത്യേക ഭാവത്തിൽ അവൻ പറഞ്ഞു. ഏയ് ഒന്നുമില്ല. ഒന്നുമില്ലാതിരുന്നാൽ കൊള്ളാം. ഇപ്പോഴേ അങ്ങനെയൊക്കെ ഇരുന്നാൽ നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ? നമുക്ക് രാത്രി അങ്ങനെ ഇരിക്കാം. അവൻ്റെ വാക്കുകൾ കേട്ട് അവളുടെ കണ്ണുകൾ തുറിച്ച് താഴെ വീഴുന്ന പരുവത്തിലായി. ഇതൊരു നടയ്ക്ക് പോകുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ പോയവളെ കയ്യിൽ പിടിച്ച് വലിച്ച് അവിടെ തന്നെ ഇരുത്തി. നീ എവിടെ എഴുന്നേറ്റോടാൻ നോക്കുന്നത്? ഇവിടെ തന്നെ ഇരിക്കെ. ഇതുവരെ നീ കണ്ട ഹരിയല്ല ഇനി കാണാൻ പോകുന്നത്. തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത അവളുടെ മനസ്സ് പ്രതികരിക്കാൻ തയ്യാറായി. ദേഷ്യത്തോടെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവൾ ഇങ്ങനെ പറഞ്ഞു. ഞാൻ കാണാത്തതായിട്ട് ഹരിക്ക് ഒന്നുമില്ലെന്ന് മറന്നു പോകരുത്. ഒരു കൈകൊണ്ട് ചൂണ്ടിയ വിരൽ പൊതിഞ്ഞു പിടിച്ച് അവളെ വലിച്ച് നെഞ്ചോട് ചേർത്ത് കണ്ണിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ കാണാത്തതായിട്ട് പലതുമുണ്ട് എൻ്റെ കയ്യിൽ. രാത്രിയാവട്ടെ, നല്ല രീതിയിൽ കാണിച്ചു തരാം. എനിക്കൊന്നും കാണണ്ട, കയ്യിൽ വെച്ചിരുന്നാൽ മതിയെല്ലാം എന്നും പറഞ്ഞ് അവനെ തള്ളി മാറ്റി. ഞാൻ എത്ര നാളായി എന്നറിയോ നിനക്കായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? വികാരങ്ങളും വിചാരങ്ങളും ഉള്ള ഒരു പുരുഷനാണ് ഞാൻ. അതുകൊണ്ട്? അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. അതുകൊണ്ടൊന്നുമില്ല. നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ എന്തു ചെയ്യും? നിനക്കിത്തിരി സ്നേഹത്തോടെ സംസാരിച്ചൂടെ അമ്മു? എനിക്കിങ്ങനെ സംസാരിക്കാൻ അറിയൂ. ശരി, നീ സംസാരിക്കണ്ട. ഇനിയെങ്കിലും നിനക്ക് എന്നെയൊന്ന് ശ്രീയേട്ട എന്ന് വിളിച്ചുകൂടെ? എനിക്കും കൂടെ തോന്നണ്ടേ വിളിക്കാൻ? അതെന്താണ് നിനക്ക് തോന്നാത്തത്? ഇത്രയും നാളായില്ലേ? എത്ര നാളായാലും ചെയ്ത തെറ്റൊന്നും ചെയ്തതല്ലാത്ത ആവില്ലല്ലോ. ഇതുവരെ ആയിട്ടും എനിക്കതൊന്നും മറക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ കാര്യം ഓർക്കുമ്പോൾ നീറുന്ന ഒരു നെഞ്ച് ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. അതൊക്കെ എനിക്ക് മറക്കാൻ കഴിയണം. അതിനുശേഷം ആലോചിക്കാം ബാക്കി. ഒരു തെറ്റെനിക്ക് പറ്റിപ്പോയി. സത്യത്തിൽ അന്ന് അതൊരു തെറ്റായി എനിക്ക് തോന്നിയിട്ടുമില്ല. നിന്റെ വേദനിക്കുന്ന മുഖം കണ്ടതിന് ശേഷമാണ് അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നിയത് തന്നെ. ഇപ്പോൾ അതെല്ലാം ഞാൻ മനസ്സറിഞ്ഞ് തന്നെ തിരുത്തി. ജീവിതത്തിൽ ഒരിക്കലും ഇനി അങ്ങനെയൊരു തെറ്റ് ഞാൻ ചെയ്യില്ല. അങ്ങനെയൊന്ന് സംഭവിച്ചാൽ പിന്നെ നീ എന്നെ ജീവനോടെ കാണില്ല. അങ്ങനെ പ്രതിജ്ഞയൊന്നും എടുക്കണ്ട. നിങ്ങൾ ജീവനോടെ കാണാൻ ഞാൻ വെച്ചിട്ട് വേണ്ടേ? കൊത്തി നുറുക്കി പട്ടിക്കിട്ട് കൊടുക്കും ഞാൻ.
എന്നെക്കൊണ്ട് വടിവാള് പണിയിക്കാൻ നിൽക്കാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. സംസാരിക്കുമ്പോൾ അവളുടെ മൂക്ക് ചുമക്കുന്നുണ്ടായിരുന്നു, ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കൈ പൊക്കി കാര്യം സംസാരിക്കുന്നവളെ കണ്ണിമ വയ്ക്കാതെ നോക്കിയിരുന്നു. അമ്മു, അവൻ ആർദ്രമായി വിളിച്ചു. അവൻ്റെ വിളി കേട്ടപ്പോഴാണ് കാര്യം പറയുന്നതിലൊന്നുമല്ല അവൻ്റെ ശ്രദ്ധയെന്ന് മനസ്സിലായത്. ഒരു നിമിഷം പതറിപ്പോയെങ്കിലും അവൻ്റെ കവളിൽ ഒരു കുത്തു കൊടുത്തിട്ട് അവൾ പോയി. എന്തിനാണ് ഇങ്ങനെ വായിൽ നോക്കിയിരിക്കുന്നത്? ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കാതെ അമ്മു. എന്നാൽ സ്നേഹത്തോടെ ചോദിക്കുകയാണ്, എന്തിനാണ് വായിൽ നോക്കിയിരിക്കുന്നത്? എത്ര നോക്കിയിരുന്നിട്ടും നിന്നെ കണ്ട് എനിക്ക് മതിയാവുന്നില്ല. എൻ്റെ പേരിലുള്ള താലിയും എനിക്കായി സിന്ദൂരവും അണിഞ്ഞിരിക്കുന്ന നിന്നെ എനിക്ക് നോക്കിയിരിക്കാൻ തോന്നുന്നു. എന്നാൽ അവിടെ ഒറ്റയ്ക്കിരുന്ന് നോക്കിക്കോ, ഞാൻ റൂമിൽ പോവുകയാണ്. നീയില്ലാതെ ഞാനിവിടെ എന്തിനാണ് ഇരിക്കുന്നത്? ഞാനും വരുന്നു. എവിടെ? റൂമിൽ. ഞാൻ അമ്മയുടെ റൂമിൽ ഒന്ന് ഉറങ്ങാൻ പോകുന്ന കാര്യമാണ് പറഞ്ഞത്. അതെന്തിനാണ് നീ അമ്മയുടെ റൂമിൽ പോകുന്നത്? നമുക്ക് രണ്ടുപേർക്കും നമ്മുടെ റൂമിൽ ഒന്നിച്ച് കിടന്നുറങ്ങാടി. ആ പൂതിമോൻ മനസ്സിൽ വെച്ചേരെ. ഇന്നലെയും നല്ല രീതിയിലൊന്നും ഉറങ്ങാൻ പറ്റിയില്ല. ഞാനൊന്ന് ഉറങ്ങട്ടെ. അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അമ്മയുടെ മുറിയിൽ കയറി കതകടച്ചു കളഞ്ഞു. ഇത്രയും ദുഷ്ടത്തിയാവരുത്. എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. അകത്തു നിന്ന് വിളിച്ചു പറഞ്ഞു. കതകിൽ കാലുകൊണ്ട് ഒരു തട്ട് കൊടുത്തിട്ട് അവൻ ദിവാൻ കോട്ടിൽ പോയി മലർന്നു കിടന്നു. ഇടഞ്ഞ കൊമ്പനെ കണക്ക് നിൽക്കുവാണല്ലോ പെണ്ണ്. എങ്ങനെയാണ് ഇവളെയൊന്ന് മെരുക്കിയെടുക്കുന്നത്? അമ്മു ചിന്തയിലായിരുന്നു. ഇതുവരെ ഉള്ളത് കണക്കല്ല. ഒരുപാട് സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ട്. ഇനി മുതൽ ഒന്നിച്ചൊരു റൂമിൽ കഴിയുകയും വേണം. എങ്ങനെയാണ് മുൻപോട്ടുള്ള കാര്യമെന്ന് ആലോചിച്ചപ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു പേടി അവൾക്ക് തോന്നി. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഹരിയെ സ്വീകരിക്കാൻ തയ്യാറെടുത്തത്. ഇനിയും അവനെ ഒരുപാട് മാറ്റി നിർത്തണോ? ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുമായി അവൾ കിടന്നുറങ്ങി. അവൾ ഇനി എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ള ചിന്തയിൽ അവളുടെ മുഖവും ഓർത്ത് ഹരിയുടെ കൺപോളകളും സുന്ദരമായ ഉറക്കത്തിലേക്ക് വഴുതി വീണു. സന്ധ്യയാകുന്നത് കണ്ട് ശാരദ തിരിച്ചു വന്നു. കതകും തുറന്നിട്ട് ദിവാൻ കോട്ടയിൽ കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന മകനെയാണ് കണ്ടത്. അമ്മുവിനെ നോക്കിയപ്പോൾ റൂമിൽ വാതിലടഞ്ഞു കിടക്കുന്നത് കണ്ടു. മോളെ, കതക് തുറക്ക്, വിളക്ക് കത്തിക്കാൻ സമയമായി. ഇതെന്തൊരു ഉറക്കമാണ് ഉറങ്ങുന്നത്? അമ്മയുടെ വിളിയാണ് അവളെ ഉറക്കത്തിൽ നിന്നുണർത്തിയത്. 2 ദിവസം കൊണ്ട് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റിയിരുന്നില്ല. അതാണ് കിടന്നപ്പോൾ ഒന്നും അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയത്. മോള് ചായ കുടിച്ചായിരുന്നു? ഇല്ല, അമ്മ പോയതിൻ്റെ പുറകെ ഞാൻ ഉറങ്ങാൻ കിടന്നതാണ്. മോള് ചായ ഇട്ട് കുടിക്ക്, അവനും ഇട്ട് വെക്ക്. അമ്മ സുമയുടെ അവിടുന്ന് കുടിച്ചായിരുന്നു. എനിക്ക് മോളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞാൻ വിളക്ക് കത്തിച്ചിട്ട് വരട്ടെ. ഡാ, ത്രിസന്ധ്യ നേരത്തെ എന്ത് ഉറക്കാണ്? എഴുന്നേറ്റേ. അവൻ്റെ തോളിൽ 2 തട്ട് തട്ടിക്കൊണ്ട് അമ്മ പറഞ്ഞു. തല്ലിക്കൊല്ലുമോ എന്നെ? അയ്യോ, ഞാനൊന്ന് തട്ടിയാൽ ചാവാനുള്ള അത്രയേ ഉള്ളൂ നീ. എണീറ്റിരിക്കുക അങ്ങോട്ട്, ഞാൻ നിലവിളക്ക് കത്തിക്കട്ടെ. അവൻ എണീറ്റ് ബാത്റൂമിൽ പോയിട്ട് അടുക്കളയിൽ അമ്മു നിൽക്കുന്നത് കണ്ടിട്ടും നേരെ സെറ്റിയിൽ തന്നെ വന്നിരുന്നു. നിലവിളക്ക് കത്തിച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ മകൻ്റെ മുഖം വീർത്തിരിക്കുന്നത് കണ്ടു. എന്താടാ, നിന്റെ മുഖത്തിന് കടന്നല് കുത്തിയോ? ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീച്ചത് കൊണ്ടാണമ്മ. അവരൊന്ന് ഇരുത്തി മൂളി. ഇന്നാ ചായ. ഉച്ചയ്ക്ക് പുറത്താക്കി കതകടച്ച പ്രതിഷേധത്തിന് ചായ മേടിക്കണ്ട എന്ന് തോന്നിയെങ്കിലും അമ്മ ഇരിക്കുന്നത് കൊണ്ട് ഒന്നും പറയാതെ ചായ വാങ്ങി കുടിക്കാൻ തുടങ്ങി. വീർത്തിരിക്കുന്ന അവൻ്റെ മുഖം കണ്ട് അവൾക്ക് ചിരി വന്നെങ്കിലും അത് കടിച്ചു പിടിച്ചു നിന്നു. അവൻ TV കാണുന്നത് നോക്കിയിട്ട് അമ്മ അവളെയും വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി. മോൾക്ക് ഹരിമോനോടുള്ള ദേഷ്യം ഇതുവരെ മാറിയില്ലേ? എനിക്കങ്ങനെ ദേഷ്യമൊന്നുമില്ല അമ്മ. എന്താണ് അങ്ങനെ ചോദിച്ചത്? എനിക്ക് തോന്നി നിനക്ക് അവനോട് ദേഷ്യമുണ്ടെന്ന്. നീ അവനെ ശ്രീയേട്ട എന്നൊന്ന് വിളിച്ചിട്ട് തന്നെ എത്രയോ മാസങ്ങളായി. ഇതുവരെ നിങ്ങൾ തമ്മിൽ എന്തൊക്കെ പിണക്കങ്ങൾ ഉണ്ടായിരുന്നോ അതൊക്കെ മറന്നിട്ട് ഇന്നു മുതൽ നല്ലൊരു ജീവിതം തുടങ്ങണം. എൻ്റെ കാലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 പേർക്കും മറ്റാരുമില്ല എന്നറിയാമല്ലോ. നിങ്ങൾ 2 പേരും പരസ്പരം താങ്ങായും തണലായും ജീവിക്കണം. എൻ്റെ മരണം കൊണ്ടല്ലാതെ അമ്മയുടെ മോനെ വിട്ടിട്ട് ഞാൻ എങ്ങും പോകില്ല. അമ്മയുടെ മോൻ ഇച്ചിരി അഹങ്കാരം കൂടുതലാണ്. അതൊക്കെ ഒന്ന് കുറയട്ടെ. പിന്നെ ഞങ്ങളുടെ കാര്യമെല്ലാം അമ്മ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചേക്കണം. ഞാൻ പറഞ്ഞാലും നീ വിചാരിച്ചത് കണക്കല്ലേ കാര്യം നടക്കൂ. ഞാനൊന്നും പറയുന്നില്ല, നിനക്ക് ഇഷ്ടമുള്ളത് കണക്ക് ചെയ്യാം എന്നും പറഞ്ഞ് അവർ ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. അവൾ അവളുടെ തുണിയെല്ലാം എടുത്ത് ഹരിയുടെ മുറിയിൽ കട്ടിലിൽ കൊണ്ടുവച്ചു. പിന്നെ ഓരോന്നും മടക്കി അലമാരയിലേക്ക് വെച്ചു. അവൾ മുറിയിലേക്ക് പോകുന്നത് കണ്ടതുകൊണ്ട്
അവനും പോകണമെന്നുണ്ടായിരുന്നു. അമ്മയെ ഓർത്തപ്പോൾ അവിടെ തന്നെ ഇരുന്ന് TV കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ കുളിച്ച് ചുരിദാറൊക്കെ ഇട്ട് വന്നു. അമ്മ ഇരിക്കുന്നത് ഒരു നിമിഷത്തേക്ക് ഹരി മറന്നുപോയി. നീ എന്തിനാണ് അമ്മു ആ മുണ്ടും നേരിയതും മാറ്റിയത്? അതിനെന്ത് ഭംഗിയായിരുന്നു. ഇന്ന് നിനക്ക് അത് തന്നെ മതിയായിരുന്നല്ലോ. അമ്മയുടെ തൊണ്ട കനയ്ക്കുന്ന സൗണ്ടാണ് സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത്. അതിൽ അവളെ കാണാൻ ഒരുപാട് സുന്ദരിയായിരുന്നു എന്നുള്ളത് സത്യമാണ്. എങ്കിലും അവൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ അവർക്കറിയാതെ ചിരി വന്നു. അത് കടിച്ചു പിടിച്ചാണ് തൊണ്ട കനച്ച സൗണ്ടായി പുറത്തു വന്നത്. അവൻ്റെ പറച്ചിൽ അവളും ഒരു നിമിഷം പകച്ചുപോയി. മുണ്ടും നേരിയതും സാരിയൊക്കെ ഉടുത്ത് ഒരുങ്ങി വീട്ടിൽ നിൽക്കാൻ ഞാൻ സീരിയലിൽ നടിയല്ല എന്നും പറഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിച്ച് അമ്മയുടെ തോളിലേക്ക് ചാഞ്ഞു. അവരെ ഒന്ന് നോക്കിയിട്ട് കുശുമ്പ് കുത്തിയെങ്കിലും ഇപ്പോൾ കുശുമ്പ് പുറത്തെടുത്താൽ അമ്മയുടെ വായിലിരിക്കുന്നത് കേൾക്കുമെന്നറിയാവുന്നത് കൊണ്ട് നിശബ്ദനായി TV-യിൽ നോക്കിയിരുന്നു. നമുക്ക് ചോറ് തിന്നിട്ട് കിടക്കാം മക്കളെ. എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? എനിക്ക് വാരി തിന്നാൻ വയ്യ. അമ്മ വാരി തന്നാൽ മതി. എന്നാൽ പിന്നെ എനിക്കും വാരി തന്നാൽ മതി. അമ്മുവിൻ്റെ പറച്ചിൽ കേട്ടതും ഹരിയും കട്ടായം പറഞ്ഞു. കൊച്ചു കുട്ടികളല്ല രണ്ടും. രണ്ടിനെയും ചെവിയിൽ പിടിച്ച് ഞാൻ പുറത്ത് കളയും. ഒരു പാത്രത്തിൽ ചോറും കറികളും ഇട്ട് കൊണ്ടുവന്ന് 2 മക്കൾക്കും വാരിക്കൊടുത്ത് അവരും കഴിച്ച് പിന്നെയും 2 പ്രാവശ്യം കൂടെ ചോറിടാൻ പോകേണ്ടി വന്നു. വാരിത്തരുമ്പോൾ വയറ് നിറയുന്നത് അറിയാൻ പറ്റുന്നില്ല അമ്മ. അതുകൊണ്ടാണ്. ഇളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. രാത്രി ഒരുപാട് ആഹാരം കഴിച്ചാൽ ഉറങ്ങാൻ പറ്റത്തില്ല മോനെ. അതിനിനി ഇന്ന് ആരുറങ്ങുന്നു? ഒരു ഓളത്തിനങ്ങ് അവൻ പറഞ്ഞു പോയതാണെങ്കിലും ചോറ് അമ്മുവിൻ്റെ മണ്ടിയിൽ കയറി ചുമക്കാൻ തുടങ്ങി. ശാരദ ഒരു നിമിഷത്തേക്കൊന്ന് പതറിപ്പോയെങ്കിലും സംയമനം വീണ്ടെടുത്ത് അമ്മുവിൻ്റെ തലയിൽ തട്ടിക്കൊടുത്തു. ചോറ് കഴിക്കുന്നത് നിർത്തി അവൾ വാ കഴുകാനായി പോയി. അവൻ്റെ മുഖത്തുകൂടി നോക്കാതെ അമ്മ എഴുന്നേറ്റ് പോയി. ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞതിലെ ദ്വയാർത്ഥം അവൻ ഒട്ടും ചിന്തിച്ചതുമില്ല. മോളൊന്നും ചെയ്യണ്ട, അവൻ്റെ അടുത്ത് പോയിരുന്നു. കുറച്ചു കാലമായി അവൻ നിന്റെ പുറകെ വെരുകിനെ പോലെ നടക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. പാത്രം കഴുകി ചോറിന് വെള്ളവും ഒഴിച്ചിട്ട് അവർ കിടക്കാനായി പോയി. അവൾ ക്ലോക്കിലേക്ക് സമയം നോക്കിയപ്പോൾ 9 മണി കഴിഞ്ഞതേയുള്ളൂ. പിന്നെ ഒന്നും ചിന്തിക്കാൻ നിൽക്കാതെ ഹരിയുടെ മുറിയിലേക്ക് കയറി ബാത്റൂമിൽ പോയിട്ട് കട്ടിലിൽ കയറി തല വഴി ഷീറ്റും മൂടി കിടന്നു. അവൾ റൂമിൽ കയറിയത് കണ്ട് TV അണച്ച് അവനും റൂമിലേക്ക് വന്നു. ബാത്റൂമിൽ പോയി വന്നിട്ടും അവൾ അനങ്ങാതെ കിടക്കുകയാണ്. അവളോട് എന്ത് പറഞ്ഞു തുടങ്ങുമെന്നറിയാതെ അവൻ കട്ടിലിലേക്കിരുന്നു.